വേൾഡ് ഓഫ് കളേഴ്സ്. ഇന്ന് ഞാൻ ഹാഫ് kg വാനില കേക്ക് എങ്ങനെ റെഡിയാക്കാന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. 2 മുട്ട വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ കേക്ക് റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്ര സോഫ്റ്റാണ് നമ്മളെ കേക്ക് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ പോയി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടിടണം കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുന്നതാണ്. ഇനി നമുക്ക് കേക്കിൻ്റെ പ്രോസസ്സിലോട്ട് കടക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗളും ഒരു അരിപ്പയും എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് മൈദ ഓൾ പർപ്പസ് ഫ്ലോർ അതായത് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് മുട്ട ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. 2 മുട്ടയാണ് നമുക്ക് വേണ്ടത്. അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ 2 മുട്ട ഞാനിപ്പം ബീറ്ററിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഒറ്റയടിക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി നമുക്ക് പൊന്തി കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ എഗ്ഗൊക്കെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല തിക്കായിട്ട് നല്ല ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. വാനില കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ബീറ്റർ ഓഫ് ചെയ്തിട്ട് ഇനി അടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ഇട്ട് കൊടുക്കുക. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം മിക്സായി കിട്ടില്ല. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് മിക്സായി കിട്ടും. അപ്പോൾ ഇതേപോലെ കുറേശ്ശെയായി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫോൾഡിങ് മെത്തേഡിൽ പതുക്കെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഓവർ മിക്സിങ്ങും പാടില്ല കേട്ടോ. ഇത് മിക്സായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സാക്കൽ നിർത്താം. ഓക്കെ, ഇവിടെ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണും മിൽക്കും ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് കുറേശ്ശെയായിട്ട് ഈ ഓയിലും മിൽക്കും മിക്സ് കുറേശ്ശെയായിട്ട് നമ്മൾ ബാറ്ററിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടുക കേട്ടോ. ബാറ്റർ ഇതുപോലെ മടങ്ങി വീഴുന്ന രീതിയിലാണ് നമ്മൾ ബാറ്റർ ഇരിക്കുക. പിന്നെ ഞാനിവിടെ ഒരു 6 ഇഞ്ച് ബേസ് ഉള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. 6 ഇഞ്ച് ബേസും 3 ഇഞ്ച് ഹൈറ്റുള്ള പാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ബട്ടറൊക്കെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലോട്ട് ഇനി ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ബാറ്ററൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഒരു 15 to 20 മിനിറ്റ്സ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മളെ കേക്ക് അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല അടിപൊളിയായിട്ട് നമ്മൾ കേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പുറത്തെടുത്ത് നോക്കാം ഇതെങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ സൈഡിൽ നമ്മൾ ജസ്റ്റ് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്നിട്ടൊന്ന് കമഴ്ത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കേക്ക് ഈസി ആയിട്ട് പോന്ന് കിട്ടും. അല്ലാതെ നമ്മൾ സൈഡിലൊന്നും ബട്ടർ പേപ്പർ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി അടിയിലുള്ള ബട്ടർ പേപ്പറും കൂടി നമ്മളങ്ങോട്ട് എടുത്ത് മാറ്റി കളയുക. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ സോഫ്റ്റാണ്, അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചി ആയിട്ടുള്ള നമ്മുടെ വാനില കേക്ക് 1/2 kg വാനില കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ചെയ്തത്. ഈ റെസിപ്പി കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്കും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ അവരോടൊക്കെ ഒരു റിക്വസ്റ്റാണ്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.